ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനാമികയാണെങ്കിൽ നയനക്കിട്ട് വന്ന് കയറുന്നതിന് മുൻപേ തന്നെ പണികൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നയനനെ എല്ലാവരും സ്നേഹിക്കുന്നതും നയനനെ എല്ലാവരും കെയർ ചെയ്യുന്നതും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നയനനെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നതും ഒക്കെ അനാമികയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ. എന്നിട്ട് അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ പറയുന്നുണ്ട്, ഇവള് നിനക്കൊരു വിലങ്ങത്തടിയാണ്, എന്തായാലും ഇവളെ നീ ഈ ഒരു സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റണം, നീ ആയിരിക്കണം ഇവിടുത്തെ എല്ലാമായ മരുമകൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അതോർത്ത് അച്ഛനും അമ്മയും വിഷമിക്കേണ്ട, എന്തായാലും ഇവളുടെ സ്ഥാനം ഇവിടെ അധിക നാൾ ഉണ്ടാവില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അച്ഛൻ്റെ ഈ മോള് തന്നെയായിരിക്കും ഇവിടുത്തെ എല്ലാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇങ്ങനെ അനാമികയാണെങ്കിൽ നമ്മുടെ അനാമിക കാരണം നമ്മുടെ നയനയോട് ഒരുപാട് വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ചെറിയമ്മ. അതുപോലെ തന്നെ നമ്മുടെ നന്ദുവിൻ്റെ ആ ഒരു പ്രശ്നങ്ങളും ഒക്കെ കാരണങ്ങൾ തന്നെ നയനയോട് എല്ലാവരും തന്നെ കുറച്ച് അകന്ന് നിൽക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. കാരണം എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ടായിട്ട് നിന്ന ചെറിയമ്മ പോലും നയനയിൽ നിന്നും അകന്ന് നിൽക്കുകയാണ്. അങ്ങനെ അനാമിക കുറച്ച് വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നയനയോട്. ഇത് പ്രകാരം നന്ദുവായിട്ട് അനാമിക ചെറിയ ഇഷ്യൂ ഒക്കെ ഉണ്ടാകുകയാണ്. അങ്ങനെ പെട്ടെന്ന് പിന്നെ അനാമിക ചിന്തിക്കുകയാണ്, പെട്ടെന്ന് തന്നെ ഇങ്ങനെ അടിയും ബഹളവും ഒക്കെ ഉണ്ടാക്കിയാൽ കാര്യങ്ങളൊന്നും നടക്കില്ല, ഈ കല്യാണം തന്നെ മുടങ്ങിപ്പോയാൽ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ കരുതിയിട്ട് നമ്മുടെ നയനയോട് വന്ന് ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ. എന്ന് പറയുമ്പോൾ ക്ഷമ ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, എനിക്കറിയാം എന്താണ് ഇതിലെ സത്യങ്ങളെന്ന്, ഞാൻ ഒന്നിനും വരില്ല, എന്നെ വിട്ടേര്, എന്നെ വെറുതെ വിട്ടേര് എന്നൊക്കെ പറഞ്ഞ് നയനയ്ക്കും ആകെ സങ്കടമാകുകയാണ് കേട്ടോ. കാരണം നയന ഒട്ടും തന്നെ പ്രതീക്ഷിക്കുന്നില്ല ഇവരുടെ കല്യാണം നടക്കാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്തതും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്നതും ഒക്കെ നയനയായിരിക്കും. പക്ഷേ നയനയ്ക്ക് തിരിച്ചടികൾ അനാമിക നൽകുകയാണെന്ന് മനസ്സിലാക്കിയ നയന അനാമികയിൽ നിന്ന് മനഃപൂർവ്വം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് കേട്ടോ. നമ്മുടെ നയന ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന കാണുന്ന ആദി നയനയുടെ അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ട്, എന്താ തനിക്ക് ഇത്ര വിഷമം, താൻ സങ്കടപ്പെടേണ്ട, എല്ലാവരും തന്നെ അകറ്റിയാലും എനിക്ക് തന്നെ നന്നായിട്ട് അറിയാം, തൻ്റെ ഭാഗത്ത് യാതൊരുവിധ തെറ്റുമില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഈശ്വരനും അറിയാം, അത് മതിയല്ലോ, വേറെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തനിക്ക് എന്താ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അത് കേൾക്കുന്ന നയനയ്ക്ക് ഒരുപാട് സന്തോഷമാകാണ്. കാരണം തൻ്റെ ഭർത്താവ് തന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം തന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ നയനയ്ക്ക് ഒരുപാട് സന്തോഷമാകാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, മതി, എനിക്കിത് മാത്രം മതി, ഇത്രയും നേരം എൻ്റെ മനസ്സിൽ ഒരു കടലിരുമ്പായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് അതെല്ലാം മാറി, ഇപ്പം ഞാൻ ഹാപ്പിയാണ്, എനിക്ക് മറ്റാരും മനസ്സിലാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ആദ്യമായിട്ട് എന്നെ മനസ്സിലായല്ലോ, അത് മാത്രം മതി, ഞാൻ ഒരു തെറ്റും അറിഞ്ഞുകൊണ്ടും ആരോടും ചെയ്യാൻ പോയിട്ടില്ല, എല്ലാവർക്കും നല്ലത് വരണമെന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ, പക്ഷേ എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല എന്നൊക്കെ നയന ആദിയോട് പറയാണ് കേട്ടോ. ശേഷം കാണിക്കുന്നത് രാത്രിയാകുമ്പോൾ ഇവർ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ആദ്യം പറയണത്, ഓഫീസിൽ ഇന്ന് അർജൻറ്റായിട്ടുള്ളൊരു വർക്ക് ചെയ്ത് കൊടുക്കണ്ടായിരുന്നു, അത് കുറച്ച് മുന്നെയാണ് അവർ അറിയിച്ചത്, അതുകൊണ്ട് എനിക്ക് എന്തായാലും ഓഫീസിൽ പോയേ പറ്റൂ എന്ന് പറയാണ്. ഈ രാത്രിക്ക് പോയിട്ട് അവിടെ എന്ത് വർക്ക് ചെയ്യാനാ, ഞാനും വരണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, വേണ്ട, ഓഫീസിൽ 2-3 സ്റ്റാഫുകൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കാരണം അർജൻറ്റായിട്ടുള്ള ഒരു ഓർഡറാണ്, നമുക്ക് ലാസ്റ്റ് മൊമെൻറ്റിൽ കിട്ടിയതാണ് എന്നൊക്കെ പറയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്നും ഇറങ്ങുകയാണേ. ശേഷം ആണെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ ഓഫീസിൽ നിന്നൊരു സ്റ്റാഫ് വിളിക്കുന്നുണ്ട് നയനേനെ. എന്നിട്ട് പറയുന്നുണ്ട്, ആദ്യ സാറ് അവിടെ നിന്ന് വന്നോ എന്ന് ചോദിക്കുമ്പോൾ, വന്നിട്ടുണ്ടല്ലോ, ഇപ്പോൾ അവിടെ എത്താറായി കാണും എന്ന് പറയാണ്. അല്ല, കുറച്ച് തിരക്കായിരുന്നു, കുറച്ച് അർജൻറ്റായിട്ടുള്ള വർക്കായിരുന്നു എന്നൊക്കെ പറയായിരുന്നു, എൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ, ഡിസൈൻസ് തരികയാണെങ്കിൽ ഞാനും കൂടെ ഒന്ന് ശ്രമിച്ച് നോക്കാം, ആദ്യേട്ടനും എന്നിട്ട് അവിടെ വന്നിട്ട് നോക്കട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ, വേണ്ട, ഇനി ആദി സാറിനോട് ചോദിക്കാൻ എന്തെങ്കിലും ചെയ്തിട്ട് സാർ എന്തെങ്കിലും പറഞ്ഞാലോ, അതുകൊണ്ട് വേണ്ട മാഡം എന്ന് പറയണം. അപ്പോൾ പിന്നെയും നയന ചോദിക്കുമ്പോൾ, എങ്കിലും ഞാൻ അതിൻ്റെ മോഡൽസും അവരുടെ ഇൻസ്ട്രക്ഷൻസും ഒക്കെ അയച്ചു തരാം മാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു മോഡലും കാര്യങ്ങളും ഒക്കെ നമ്മുടെ നയനയ്ക്ക് അയച്ചു കൊടുക്കുകയാണ് കേട്ടോ. അത് ആ ഒരു ഇതെല്ലാം വായിച്ച് നോക്കിയിട്ട് നയന എന്തായാലും ചെയ്ത് നോക്കാം, ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡിസൈൻസും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ ഇങ്ങനെ വരയ്ക്കാൻ നോക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ ആദിയുടെ ഒരു കൂട്ടുകാരി അവിടെ എൻട്രി ചെയ്യുന്നുണ്ട്. അതായത് ആദിയുടെ ഒരു കൂട്ടുകാരുടെ കുറച്ച് സീൻസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരി ആദിയെ വിളിച്ചിട്ട് പറയാണ്, ഞാനിപ്പോൾ ജോലി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ, പക്ഷേ വന്നപ്പോൾ വീട്ടിൽ എന്തൊക്കെയോ അനക്കങ്ങളും അതുപോലെ ആരൊക്കെ ഉണ്ടെന്ന് ഫീൽ ചെയ്യുകയാണ്, അതുകൊണ്ട് നീ ഒന്ന് വരുമോ, എനിക്കെന്തോ പേടിയാകുന്നു, പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ആദിയോട്. പെട്ടെന്ന് തന്നെ ആദി ഓഫീസിലേക്ക് പോയ ആദി പെട്ടെന്ന് അങ്ങോട്ടേക്ക് വണ്ടി തിരിക്കുകയാണ്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഡോറ് തുറന്ന് കിടക്കുക,
അതുപോലെ തന്നെ എന്താ ടി വിയുടെ അവിടെ എന്തോ സൗണ്ടൊക്കെ കേൾക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ആദി ഒന്നുമില്ല എന്നിട്ട് ചുറ്റുമൊക്കെ ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ആരിലുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമേ കണ്ടപ്പോൾ ആ ഒരു പേടിയിൽ നിന്ന് ആ ഒരു ഫ്രണ്ടാണെങ്കിൽ പെട്ടെന്ന് നിന്നിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് അയ്യോ നീ വന്നത് നന്നായി, എനിക്ക് വല്ലാത്തൊരു പേടി തോന്നുന്നു, എന്തോ ഇത്രയും നാളിവിടെ ഒറ്റയ്ക്ക് ജീവിച്ചിട്ടും ഇങ്ങനൊരു ഇത് തോന്നിയിട്ടില്ല, പക്ഷേ ഇപ്പോൾ എന്തോ വല്ലാത്തൊരു പേടി ആരൊക്കെ ഉണ്ട് എന്നൊരു അനക്കമൊക്കെ എനിക്ക് തോന്നുകയാണ്, എന്താ അത് ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് നിൽക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ ആ സമയത്ത് അവിടെ വന്ന് 2 പേര് വന്നിട്ടുണ്ടായിരുന്നു. അവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്താ ഇവരുടെ ഫോട്ടോസ് എടുക്കുകയാണ് കേട്ടോ. കാരണം ഈ ആദ്യം ഈ പെൺകുട്ടിയും ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഫോട്ടോസൊക്കെ എടുക്കുകയാണ്, ക്യാപ്ചർ ചെയ്യുകയാണ്. അങ്ങനെ അപ്പോൾ തന്നെ അത് നയനയുടെ മൊബൈലിലേക്ക് ഫോർവേഡ് ചെയ്യുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാരാണ് എന്താണെന്നൊന്നും ആ ഒരു എപ്പിസോഡിൽ പറയുന്നില്ല. അങ്ങനെ ഫോട്ടോ ഫോർവേഡ് ചെയ്യാണ്. അങ്ങനെ നയന ഈ ഡിസൈൻസ് വരച്ചുകൊണ്ടിരിക്കുന്നതിലിടയ്ക്ക് പെട്ടെന്ന് മെസ്സേജ് വരുമ്പോൾ ഇതാരായിരിക്കും ഈ സമയത്ത് ഒരു മെസ്സേജ്, ഇനി കമ്പനിയിൽ നിന്നാണോ എന്നോർത്ത് പെട്ടെന്ന് ആ മെസ്സേജ് എടുത്ത് ഓപ്പൺ ആക്കി നോക്കുമ്പോഴായിരിക്കും ആദ്യം ഇങ്ങനെ ഒരു പെൺകുട്ടിയും കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കണ കാണിക്കുന്നത്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഓഫീസിലേക്ക് വിളിച്ച് നയന ചോദിക്കുന്നുണ്ട്, ആദ്യ സാറ് വന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മാഡം ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല, മാഡം വർക്ക് എന്തായി, മാഡം ഫൈനലായിട്ടെന്നുള്ളത് അയച്ചു തരണേ, സമയം ഇനി ഇല്ല എന്നൊക്കെ പറയാണ് കേട്ടോ. ആ ശരിയെന്ന് പറഞ്ഞ് പെട്ടെന്ന് നയന ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. ആ ഒരു നിമിഷം നയനയുടെ മനസ്സ് എന്താ തകർന്നു പോകുകയാണ്. കാരണം തൊട്ടു മുന്നേ അതിൽ നിന്നും ആ ഒരു സ്വാന്തന വാക്കുകൾ കേട്ടപ്പോഴത്തേനും വളരെ സന്തോഷവതിയായി നിന്ന ആളായിരുന്നു നയന. എങ്കിൽ ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ തൻ്റെ അടുക്കൽ നിന്ന് ഓഫീസിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞിട്ട് രാത്രിയിൽ ഇറങ്ങുകയും എന്നാൽ ഓഫീസിലെത്തിയിട്ടുമില്ല എങ്കിൽ ഒരു പെൺകുട്ടിയുമായിട്ട് ചേർന്നുള്ള ആ ഒരു ഫോട്ടോയും കൂടെ കാണുമ്പോൾ നയന വല്ലാണ്ടങ്ങ് പരിഭ്രമിക്കുകയാണ്. നയന തന്നെ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ഈശ്വര ഇതെന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, എന്തായി സംഭവിക്കുന്നത്. അപ്പോൾ ആദ്യേട്ടന് എന്നോട് ഒരു തരി സ്നേഹം പോലും ഇല്ല, ഈ പെൺകുട്ടി ഏതാണ്, അതുകൊണ്ടാണോ എന്നെ ഇങ്ങനെ വെറുപ്പോടെയും അകലിച്ചയോടെയും കാണുന്നത്. എന്തായാലും എന്നോട് സ്നേഹമുണ്ടെന്നും എന്നെ അടുത്തറിയാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കിയതായിരുന്നു. പക്ഷെ അതെല്ലാം വെറുതെ ആയല്ലോ എന്നൊക്കെ ഓർത്ത് ആകെ ഷോക്കായിട്ട് നിൽക്കണ നയനനെ കാണിച്ചുകൊണ്ടായിരിക്കും കേട്ടോ ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്.